ഡെന്റിസ്റ്റ്, ഓർത്തഡോണ്ടിസ്റ്റ് രണ്ടും ഇപ്പം നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്. ശരിക്ക് എന്താണ് ഡിഫറൻസ് രണ്ടും തമ്മിൽ? ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ബേസിക്കലി ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ്. അപ്പോൾ നമ്മൾ മെയിൻലി വന്നിട്ട് എല്ലാ സബ്ജക്റ്റും പൊതുവെ നമ്മൾ MBBS പഠിക്കുന്ന പോലെ തന്നെ ഡെന്റൽ സബ്ജക്ട്സിന് എല്ലാത്തിനെയും പറ്റി ഒരു ജനറലായിട്ടൊരു ഔട്ട്ലൈൻ പഠിക്കുന്നതാണ് BDS. ശരിക്ക് എന്താണ് ഈ പറഞ്ഞ 2 നേരം ബ്രഷ് ചെയ്യണോ, ഈ പറയുന്ന പോലെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണോ, ഏത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണം, ഇതൊക്കെ എല്ലാവർക്കും ഒരു സംശയമുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താ പറയുള്ളത്? ഇപ്പോൾ 2 നേരം ബ്രഷ് ചെയ്യണം എന്ന് പറയുന്നത് ഉള്ളതാണ്. 2 നേരം ബ്രഷ് ചെയ്യണം, പ്രത്യേകിച്ച് രാത്രിയിൽ. ഇപ്പം മാർക്കറ്റിൽ വന്നിട്ട് ഇപ്പോൾ ഇലക്ട്രിക് ടൂത്ത് ബ്രഷൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ശരിക്കും നമ്മുടെ ആ ഒരു ആയാസം അവർ കുറയ്ക്കുന്നുണ്ട്. നല്ല പല്ലുകളുണ്ടെങ്കിലേ നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പല്ലുകൾ കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചാലാണ് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ പല്ല് തേച്ചു എന്ന് പറഞ്ഞാൽ പല്ല് അഴുക്കൊന്നും പോയില്ല. കറക്റ്റായിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്ക് ഉപയോഗിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രഷ് വെക്കുന്ന ഏരിയ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ പല വീടുകളിലും കാണുന്നത് മറ്റേ ക്ലോസറ്റിന്റെ അടുത്തായിരിക്കും. നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാർട്ടിക്കിൾസ് റൈസ് ആവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ കവർ ഒരു തരത്തിൽ വരെ പ്രിവെന്റ് ചെയ്യും. അതിൻ്റെ അകത്തോട്ട് ഈ നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോൾ ഉള്ള മെറ്റീരിയൽസ് പാസ് ആവാതിരിക്കും. ഈ ബ്രഷിന്റെ ക്യാപ്പ് ഒന്ന് നിങ്ങൾ പരിശോധിക്കണം. അതിൻ്റെ അകത്ത് ഫുള്ള് മഞ്ഞിച്ച് അഴുക്കുമായിരിക്കുന്നത്. വലിയ കാര്യമില്ല. നിങ്ങൾ അതും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പം നമ്മൾ ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് എത്ര ആഴ്ചകൾ അല്ലെങ്കിൽ ഒരു ബ്രഷ് എത്ര മാസം ഉപയോഗിക്കാൻ പറ്റും? ശരിക്കും ഇതിനകത്ത് ആക്ച്വലി ബ്രഷ് ഉപയോഗിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ബ്രഷ് ആക്ച്വലി അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ബ്രഷ് എന്നിങ്ങനെ സൈഡുകളൊക്കെ ഇങ്ങനെ വളയുന്നു അല്ലെങ്കിൽ അതിൻ്റെ ബ്രിസിൽസ് മാറുന്നു, ആ സമയത്ത് പൊതുവെ മാറ്റണം. ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പല്ല് ഡോക്ടറെ അടുത്ത് പോകാത്ത ആരും ഉണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. എനിക്കും പല്ലുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സംശയങ്ങളൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഡോക്ടർ ജിജോ ജോൺസ്, ഓർത്തഡോണ്ടിസ്റ്റാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. താങ്ക് യു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഒരു സംശയം ചോദിക്കട്ടെ. ഡെന്റിസ്റ്റ്, ഓർത്തഡോണ്ടിസ്റ്റ് രണ്ടും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്. ശരിക്ക് എന്താണ് ഈ ഡിഫറൻസ് രണ്ടും തമ്മിൽ? ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ബേസിക്കലി ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ്. അപ്പോൾ നമ്മൾ മെയിൻലി വന്നിട്ട് എല്ലാ സബ്ജക്റ്റും പൊതുവെ നമ്മൾ MBBS പഠിക്കുന്ന പോലെ തന്നെ ഡെന്റൽ സബ്ജക്ട്സിന് എല്ലാത്തിനെയും പറ്റി ഒരു ജനറലായിട്ടൊരു ഔട്ട്ലൈൻ പഠിക്കുന്നതാണ് BDS. ദെൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സം സബ്ജക്റ്റ്, നമുക്ക് ചിലപ്പം പല്ലിനെ പറ്റി പല്ല് ലെവലാക്കുന്നതിനെ പറ്റി കൂടുതൽ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ കൊച്ചു പിള്ളേരുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റ് പഠിക്കുന്നതിനെയാണ് MDS എന്ന് പറയുന്നത്, മാസ്റ്റേഴ്സ് ഇൻ ഡെന്റൽ. അതിൻ്റെ അകത്താണ് വരുന്നതാണ് ഓർത്തഡോണ്ടിക്സ്. അതായത് നമ്മുടെ MBBS കഴിഞ്ഞ് MD ചെയ്യുന്ന പോലെ PG കോഴ്സ് പോകുന്ന പോലെയാണ്. അതെ. ഓർത്തഡോണ്ടിസ്റ്റ് മെയിൻലി വന്ന് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പല്ലുകളുടെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ, അതുപോലെ താടിയല്ലുകളുടെ വളർച്ച എന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും ഓർത്തഡോണ്ടിക്സിന് ഒരു വേഗ് ടേം ആണ്. ആക്ച്വലി ഓർത്തഡോണ്ടിക്സ് ആൻഡ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ സ്പെഷ്യാലിറ്റിയുടെ പേര്. അപ്പം നമ്മൾ ആക്ച്വലി കുഞ്ഞു പിള്ളേർ തൊട്ട് മോണകളുടെയും എല്ലിൻ്റെയും ഒക്കെ വളർച്ച കറക്റ്റായിട്ടാണോ പോകുന്നത്, അല്ല നമ്മൾ കറക്റ്റ് ചെയ്യണോ? അപ്പോൾ ചെറിയ പ്രായം തൊട്ടേ നമുക്ക് എല്ലുകളെയും പല്ലുകളെയും ഒരുപോലെ കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യാലിറ്റിയാണ് ഓർത്തഡോണ്ടിക്സ്. അപ്പോൾ ഈ ഡെന്റൽ സർജൻ എന്നൊക്കെ യൂസ് ചെയ്യുന്നത് ആരെയാണ്? നിങ്ങളെയാണോ? ഡെന്റൽ സർജൻ ബേസിക്കലി നമ്മൾ BDS കഴിഞ്ഞ ഒരാളെ ഡെന്റൽ സർജൻ എന്നാണ് പറയുന്നത്. അത് അങ്ങനെയാണ് വിളിക്കുന്നത്. BDSന് ഫുൾ ഫോം ബാച്ചിലർ ഇൻ ഡെന്റൽ സർജറി എന്നാണ്. ഓക്കെ. അപ്പോൾ BDSകാരായാലും സർജൻ എന്ന് പറഞ്ഞ കോമൺ ആയിട്ട് നിങ്ങളെ വിളിക്കുന്നത്. നമ്മൾ ആക്ച്വലി പല്ലുകളൊക്കെ എടുക്കുന്നത് കൊണ്ടാണ്, നമ്മൾ മെയിൻലി സർജിക്കൽ പ്രൊസീജർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സർജൻ എന്നുള്ള പേര് വരുന്നത്. ഓക്കെ. പിന്നെ ഇപ്പം എനിക്ക് മറ്റൊരു ഇതുള്ളത്, പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് ഡെന്റൽ ക്ലിനിക്സ് നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ, ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന കലൂർ തന്നെയാണ്, എനിക്കൊന്ന് ആ ഒരു 100 മീറ്റർ ചുറ്റളവിന് ഒരുപാട് വരുന്നുണ്ട്. ശരിക്കും ഈ ഒരു ബിസിനസ്, ഞങ്ങളുടെ ബിസിനസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് വളരാൻ കാരണം ഈ പറയുന്ന പോലെ പണ്ടത്തെ പോലെ ഒരു പല്ല് വേദന വരുന്നതിന് ഉപരി ആളുകൾ കുറച്ചുകൂടി സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാണുന്നതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇതൊരു ഭയങ്കരമായിട്ട് ഇതിനൊരു വളർച്ച വന്നത് നിങ്ങളുടെ ഈ ഒരു മേഖലയ്ക്ക്? ആക്ച്വലി ബേസിക്കലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആക്ച്വലി ഒരു കോസ്മെറ്റിക് എഫക്റ്റ് ഇതിന് ഓൾറെഡി ഉണ്ട്. നമ്മളിപ്പം ഒരാളെ കാണുമ്പം നമ്മൾ ആദ്യം നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്മൈലിലാണ്. അപ്പം ചിരിക്കുമ്പോൾ ഒരു ഭംഗി, ഇപ്പം നമ്മളുടെ ഓപ്പോസിറ്റ് ഒരാളുടെ പല്ലുകൾ ചിരിക്കുമ്പം ഒരു നല്ല ഭംഗിയുള്ള ചിരിയാണെങ്കിൽ വി ആർ ഓൾറെഡി ഇംപ്രസ്ഡ്. ഫസ്റ്റ് അപ്പിയറൻസിൽ നമ്മൾ ഇംപ്രസ് ആവും. അപ്പോൾ അതുപോലെ കോസ്മെറ്റിക് എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റണം. നല്ല പല്ലുകളുണ്ടെങ്കിലേ നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പല്ലുകൾ കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിൽ അഫക്റ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, പ്രത്യേകിച്ച് വയറൊക്കെ ആയിട്ട്. നമ്മൾ നല്ല ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ വായിലെ ബാക്ടീരിയയും അതുപോലെ വയറിലെ ബാക്ടീരിയ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഓവറോൾ ഹെൽത്ത്, പിന്നെ കോസ്മെറ്റിക്സ്,
എന്നീ ഒരു കൺസേൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡ് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ കൂടുതൽ ആളുകൾ അതെ ആ ഒരു കോൺഫിഡൻസിന്റെ ഭാഗം കൂടിയായിട്ട് അവർ ഇതിനും കൂടി കുറച്ചുകൂടി കെയർ കൊടുക്കുന്നതുകൊണ്ടാണ്. അതെ അതെ. അപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഓർത്തഡോണ്ടിസ്റ്റ് ശരിക്ക് അതർ ദാൻ നമ്മൾ നോർമൽ ഒരു പല്ല് ക്ലീനിങ്ങോ അല്ലെങ്കിൽ ഒരു റൂട്ട് കനാലോ പല്ലെടുക്കലോ ഇതുമായി അല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിൽ? നമ്മൾ ബേസിക്കലി വന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആക്ച്വലി ഒരു കൊച്ചു കുട്ടി 6 വയസ്സ് തൊട്ടേ നമ്മൾ പൊതുവെ ഒരു ഓർത്തഡോണ്ടിസ്റ്റ് കാണാറുണ്ട്. എന്തിനാ കാണുന്നതെന്ന് പറഞ്ഞാൽ 6 വയസ്സിലാകുമ്പോൾ നമ്മുടെ പല്ലുകളുടെ കാട്ടിൽ കൂടുതൽ എല്ലിൻ്റെ വളർച്ച. ജസ്റ്റ് 2 ഡെൻ്റൽ ടെർമിനോളജീസ് ഞാൻ പറയാം. ഒന്ന് നേരം മേളത്തെ താടിയല്ല, അതിനെ മാക്സില്ല എന്ന് പറയും. താഴത്തെ താടിയല്ല മാൻഡിബിൾ എന്ന് പറയും. അപ്പോൾ ഈ മേളത്തെയും താഴത്തെയും താടിയെല്ലുകളുടെ വളർച്ച കറക്റ്റായിട്ടാണെങ്കിലാണ് നമുക്ക് നല്ലൊരു ഫേസിന് ഒരു ഘടന ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാരിൽ മേളത്തെ താടി ഒരുപാട് മുന്നോട്ട് തള്ളി നിൽക്കുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് താഴത്തെ താടി ഒരുപാട് ബാക്കിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസ്ക്രിപ്പൻസി നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ വളർച്ചയുള്ള സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ മെയിൻലി വന്നിട്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ഫസ്റ്റ് ഇനീഷ്യൽ ഫേസിൽ നമ്മൾ കറക്റ്റ് ചെയ്യും. പിന്നെ പൊതുവെ നമ്മൾ പറയുന്ന പോലെ പല്ലുകൾ നേരെയാക്കുക, ലെവൽ ചെയ്യുക. ചിലപ്പോൾ ചില പല്ലുകൾ എല്ലിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുന്ന അവസ്ഥയുണ്ട്, അപ്പോൾ അതുങ്ങൾ താഴോട്ട് കൊണ്ടുവരിക. പിന്നെ ഒരു സ്മൈൽ ഡിസൈനിങ്ങിൽ മെയിനായിട്ട് ഒരു ഓർത്തഡോണ്ടിസ്റ്റ് നല്ലൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതപ്പോൾ നമ്മൾ നോർമലി ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു 6 വയസ്സ് 7 വയസ്സാകുമ്പോൾ മുതൽ ഞാൻ പറഞ്ഞ എല്ലാവരും ഇനി അതൊരു പ്രൊസീജിയർ പോലെ റൂട്ടീൻ പ്രൊസീജിയർ പോലെ ചെയ്യേണ്ട ഒരു ഇതാണോ? അത് പണ്ട് നമ്മൾ പല്ലുവേദന വന്നാൽ മാത്രം ഡോക്ടറെ കാണാൻ പോവുള്ളൂ. ഇപ്പം ഈ പറയണ പോലെ അതൊരു എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണോ ഇനി അങ്ങോട്ടത്? ഇതിനകത്ത് മെയിൻലി ഒന്ന് ചില ഫാമിലീസിൽ വന്നിട്ട് ഈ താഴത്തെ താടിയലിൻ്റെ വളർച്ച കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. ചില ആൾക്കാരിൽ മേളത്തെ താടിയൽ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളിൽ ബൈമാക്സ് എന്ന് പറയുന്നത് മേളത്തെയും താഴത്തെയും പല്ലുകൾ കുറച്ച് ഉന്തിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു സൗന്ദര്യ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിനെക്കാട്ടി കൂടുതൽ കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇപ്പം പേരൻസിന് അറിയാം അവർക്ക് നല്ല താടി നീണ്ട താടിയാണ്, ഇപ്പം എൻ്റെ കൊച്ചിന് അങ്ങനെ താടി വേണ്ട, അത് ഭാവിയിൽ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു മുഖത്തിനൊരു വൃത്തിയില്ല. ചില സമയത്ത് നമ്മൾ ഇവിടെ ഇതൊരു ചെറിയ ബൾജുണ്ട്, ഈ ബൾജൊക്കെ ചില ആൾക്കാരിൽ കാണത്തില്ല, കുറച്ച് സങ്കടമായിട്ടിരിക്കും, പക്ഷെ അമങ്ങിയിരിക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ ആക്ച്വലി ആ ബോണിൻ്റെ ഗ്രോത്ത് എന്തെങ്കിലും ഒരു ഹാബിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസോ ഉണ്ടാവുന്നത് കൊണ്ടാണ് മെയിൻലി ഇതുണ്ടാകുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരെയൊക്കെ സമയത്ത് ഒരു മറ്റേ കൈ ചപ്പുന്ന ശീലമുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമ്മളതൊരു 6 വയസ്സിന് മുന്നേ, അതായത് പെർമനൻറ്റ് ടീത്ത് ഇറപ്റ്റ് ചെയ്ത് വരുന്നതിന് മുന്നേ ഇൻ്റർഫിയർ ചെയ്തില്ലെങ്കിൽ, നമ്മൾ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ താടിയലിൻ്റെ വളർച്ച അഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഏർലി സ്റ്റേജിൽ ചെയ്യുവാണെന്നുള്ളൂ ഭാവിയിൽ നമുക്ക് ഒരുപാട് പൈസ ചിലവാക്കാതെയും വളരെ ചെറിയ പ്രായത്തിൽ ഈസിയായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും. പല്ലുകളെയും എല്ലുകളെ ഈസിയായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ശരിക്കും ഒരു ബേസിക്കലി 6 വയസ്സ് തൊട്ട് എൻ്റെ ഓർത്തഡോണ്ടിസ്റ്റിനെ കാണിക്കണം. കമ്പൽസറി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, ബട്ട് യു ഷുഡ് നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, നമ്മളിത് കറക്റ്റ് ചെയ്യേണ്ടതാണോ. ചില പിള്ളേരല്ലെങ്കിൽ പല്ല് കിളിച്ച് വരുമ്പോൾ മേളത്തെ പല്ല് താഴത്തെ പല്ലിൻ്റെ അടിയിലായിരിക്കും. അപ്പോൾ അവിടെ വരുന്ന ശരിക്കും ഈ മേളത്തെ താടിയിൽ മുന്നോട്ട് വളരാനുള്ള ഒരു ഇൻ്റർഫറൻസ് വരികയാണ്. അപ്പോൾ നമ്മൾ അത് ശരിക്കും ആദ്യമേ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ സർജറിയൊക്കെ ചെയ്തും ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ വരുത്തുന്നതിനെക്കാട്ടും ഈസിയായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും ഏർലി ഏജിൽ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ മെയിനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിക്കുന്നതാണ് 2 നേരം ബ്രഷ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ പണ്ടൊക്കെ പഴയ കാലത്തൊക്കെ ശരിക്ക് ഈ ഉമ്മിക്കിരിക്ക് വെച്ചിട്ട് കൈ കൊണ്ട് തേക്കുന്നതാണ്. പിന്നീടാണ് ടൂത്ത് പേസ്റ്റ് വന്ന് ഇപ്പോൾ പലതരം ടൂത്ത് പേസ്റ്റ്, അതിൽ തന്നെ നമ്മൾ പറയില്ല ഇപ്പോൾ സെൻസോഡൈൻ പോലത്തെ പേസ്റ്റുകൾ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ശരിക്ക് എന്താണ് ഈ പറഞ്ഞ 2 നേരം ബ്രഷ് ചെയ്യണോ, ഈ പറയുന്ന പോലെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണോ, ഏത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണം, ഇതൊക്കെ എല്ലാവർക്കും ഒരു സംശയമുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താ പറയുള്ളത്? ഇപ്പോൾ 2 നേരം ബ്രഷ് ചെയ്യണം എന്ന് പറയുന്നത് ഉള്ളതാണ്. 2 നേരം ബ്രഷ് ചെയ്യണം, പ്രത്യേകിച്ച് രാത്രിയിൽ. കാരണം നമ്മളിപ്പോൾ ആദ്യം പേര് ഇപ്പം ലൈഫിൻ്റെ ഷെഡ്യൂൾ അല്ലെങ്കിൽ ബിസി ഷെഡ്യൂൾ കാരണം രാത്രിയിൽ ഈറ്റ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കഴിച്ച ആഹാരങ്ങൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്തില്ലെങ്കിൽ ഇത് ആക്ച്വലി അങ്ങും ഇങ്ങനെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. നിങ്ങൾക്ക് അറിയാമായിരിക്കും രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി റെസ്റ്റാണ്. അപ്പോൾ ആയിരിക്കും നമ്മുടെ വായിക്ക തുപ്പൽ ഒരുപാട് പൂളാവുന്ന സമയം, അതായത് തുപ്പൽ ഒരുപാട് കെട്ടിക്കിടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റും, ഒരുപാട് നമ്മുടെ ബാക്ടീരിയ വായിക്കകത്തുള്ള ബാക്ടീരിയക്ക് ആക്ട് ആകാനുള്ളൊരു അവസരമാണ്. ഇപ്പം രാവിലെ പല്ല് തേക്കണം, പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് രാത്രി പല്ല് തേക്കുക. രാത്രി പല്ല് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന പോലെ തന്നെയാണ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് തേക്കുക എന്ന് പറയുന്നത്. അതെ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ചോക്ലേറ്റോ സ്വീറ്റ്സ് ഒക്കെ അഴിച്ചിട്ട് കിടക്കുകയാണ്. നമ്മുടെ പല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് അല്ല, ചില ഏറ്റവും കുറച്ചിലും ഗ്രൂവ്സും കുറേ ലൈൻസ് ഒക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ ഈ ചോക്ലേറ്റ് അല്ലെങ്കിൽ സ്റ്റിക്കി ഫുഡ്സ് പോയിട്ടിരിക്കും. അപ്പോൾ അത് ഈ ബാക്ടീരിയയ്ക്ക് അവിടെ വളരാനും അത് ഭാവിയിൽ ഡെൻ്റൽ ക്യാവിറ്റി അല്ലെങ്കിൽ പോടുണ്ടാവാനും ഉള്ളൊരു ചാൻസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ചോദ്യം വെച്ചാൽ പേസ്റ്റിൻ്റെ കാര്യം. ശരിക്കും പേസ്റ്റിൽ അങ്ങനെ ഇന്ന പേസ്റ്റ് അല്ലെങ്കിൽ ആയുർവേദിക് പേസ്റ്റ് അല്ലെങ്കിൽ മറ്റേ നോർമൽ പേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ പലതിനും പല ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം മിന്റ് ഫ്ലേവർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ബ്രാൻഡിന് അങ്ങനെ പറയുന്നല്ല എങ്കിലും ഇപ്പോൾ കോൾഗേറ്റിന് ഒരു ടേസ്റ്റ് ആണ്, ഇപ്പോൾ നമ്മൾ വേറൊരു പേസ്റ്റ് സെൻസോഡൈനിന് വേറൊരു ടേസ്റ്റ് ആണ്.
അപ്പോൾ അതെന്താണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അതൊരു ബ്രാൻഡ് നെയിം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റിനൊക്കെ ഒരു പല കണ്ടന്റ്സ് ആണോ ഇതിൽ വരുന്നത്? അതെ അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെൻസോഡൈനെയും മറ്റുള്ള പേസ്റ്റുകളെയും വ്യത്യാസമുണ്ട്. സെൻസോഡൈൻ എന്ന് പറഞ്ഞ ആ ബ്രാൻഡ് ആക്ച്വലി ആ പേസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ പല്ല് പുളിപ്പിന് ഒരു പരിഹാരം എന്ന രീതിയിലാണ്. പക്ഷേ കോൾഗേറ്റ് അല്ലെങ്കിൽ മറ്റുള്ള കമ്പനീസിലുണ്ടാകുന്ന പേസ്റ്റുകൾ ശരിക്കും പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബേസിക്കലി വന്നിട്ട് ഒരു ഫോമിങ് ഏജൻറ് ഉണ്ടാവും, പതയ്ക്കുന്ന ഒരു ഏജൻറ് ഉണ്ടാവും. പിന്നെ ഒരു അബ്രേസീവ് പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ പണ്ട് ഉമ്മക്കിരി ഉപയോഗിക്കുന്ന പോലെ അത്രയും ഹാർഡ് പാർട്ടിക്കിൾസ് അല്ല, കുറച്ച് ലൈറ്റർ പാർട്ടിക്കിൾസ്. അത് മെയിൻലി പേസ്റ്റ് എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ഫുഡ് ഡെബ്രീസിനെയും കറകളെയൊക്കെ കുറച്ച് നീക്കുന്നു എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏത് പേസ്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ ഒരു കാര്യമില്ല, പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുക എന്നുള്ളതിലാണ്. പിന്നെ റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നുണ്ട് ആയുർവേദിക് പേസ്റ്റിൽ കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് പുകച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, ഇപ്പോൾ ഫ്ലേവർ, ഇപ്പോൾ എനിക്ക് സ്ട്രോബെറി ഫ്ലേവറോ ചോക്ലേറ്റ് ഫ്ലേവറോ ഇഷ്ടമാണെങ്കിൽ അത് വെച്ച് ചെയ്യാം, അത് കാര്യം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഫ്ലൂറൈഡ് കണ്ടൻറ്റ് എപ്പോഴും പേസ്റ്റിലുണ്ടാണ്. ഫ്ലൂറൈഡ് ഉള്ളതാണ് നമ്മുടെ പല്ലിന് പുതിയതായിട്ട് പോട് വരാതിരിക്കാൻ സഹായിക്കുന്നത്. ഇപ്പോൾ രാവിലെയും രാത്രിയിലും കമ്പൽസറി ആയിട്ട് പല്ല് തേക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലും തേക്കണം എന്നുള്ളതാണ്. അതെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരുണ്ട്, അത് ഉച്ചയ്ക്ക് ചിലപ്പോൾ ഒരു 2 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഉറങ്ങുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ എഴുന്നേറ്റിട്ട് വീണ്ടും വൈകിട്ട് പല്ല് തേക്കുന്നവരുണ്ട്. ചിലവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പല്ല് തേക്കുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയാണ്. ഞാൻ ഒരു ദിവസം ഇത്ര തവണ കൂടുതൽ പല്ല് തേക്കുന്നത് ഒരു പ്രോബ്ലം ആണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി അഡ്വൈസ് ചെയ്യുന്നത് രാവിലെയും രാത്രിയിലും പല്ല് തേക്കണം എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ ആക്ച്വലി പല്ല് തേക്കുന്നതിൻ്റെ ടെക്നിക്ക് ഈ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റിൽ അബ്രേസീവ്സ് ഇത് രണ്ടുമാണ് ശരിക്കും നമ്മുടെ പല്ലുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള അറിയുന്നത്. കറക്റ്റായിട്ടുള്ള ബ്രഷിങ് ടെക്നിക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ബലം കൊടുത്താൽ പല്ല് തേക്കുന്നുണ്ടെങ്കിൽ പല്ല് തേഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ കൂടെ ആഡ് ചെയ്യുന്ന സാധനമാണ് പേസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ പേസ്റ്റിൽ ഓൾറെഡി അബ്രേസീവ് പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മുടെ പല്ലിൽ കുറച്ച് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ ക്ലീൻ ചെയ്യാനും ചെറിയൊരു അബ്രേഷൻ വേണ്ടിയാണ് മെയിനായിട്ട് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇത് രണ്ടും ഒരുപാട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പല്ല് തേഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പൊതുവേ നമ്മളൊരു പേഷ്യൻറ്റിനോട് പറയുന്നത് രാവിലെയും രാത്രിയും പല്ല് തേക്കണം. പല്ല് തേക്കുന്നത് 2 അല്ലെങ്കിൽ 3 മിനിറ്റാണ് മാക്സിമം സമയം. അതിനെ മേലോട്ട് പല്ല് തേക്കാൻ പാടില്ല. കാരണം അത്രയും ബലം കൊടുത്ത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു സർഫേസ് ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് റബ്ബ് ചെയ്യുന്ന പോലെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനാമൽ അങ്ങ് പോകും. അപ്പം പലരും പറയുന്നത് പല്ല് ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഇനാമൽ പോയെന്നുള്ളതാണ്. നമുക്ക് പല പേഷ്യൻസ് വരുമ്പോഴും സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഈ പല്ലിൻ്റെ മേളിലൊക്കെ ഒരു ചെറിയൊരു സി ഷേപ്പ് ഒരു കർവേച്ചർ, അത് ബ്രഷിങ് കാരണം ഉണ്ടാകുന്ന സെർവിക്കൽ അബ്രേഷൻ എന്ന് പറയും അതിന്. അത് ബ്രഷിങ് കൊണ്ടുണ്ടാകുന്ന അപാകത കാരണം പല്ല് തേഞ്ഞു പോകുന്നതാണ്. അപ്പോൾ രാവിലെയും രാത്രിയിലും പല്ല് തേച്ചാൽ മതി. പിന്നെ ഈ പല്ല് തേക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പലരും പല രീതിയിൽ തേക്കുന്നുണ്ട്. ശരിക്കും അതിനൊരു പ്രോപ്പർ ഒരു രീതി ഉണ്ടോ? ഉണ്ട്, കറക്റ്റായിട്ട് തേക്കാൻ ഒരു രീതിയുണ്ട്. നമ്മൾ ആക്ച്വലി പൊതുവേ 2 ടെക്നിക്സ് ആണ് പൊതുവെ പറയുന്നത്. സർക്കുലർ മോഷൻ എന്ന് പറയും. അപ്പം ഇത് ജസ്റ്റ് എൻ്റെ പല്ലാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാൻ പല്ലിൽ ഒരു ബ്രഷിൽ പേസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് തേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 45 ഡിഗ്രിയിൽ നമ്മുടെ ബ്രഷിൻ്റെ ബ്രിസ്റ്റിൽസ് പിടിച്ചിട്ട് ജസ്റ്റ് സ്വൈപ്പിംഗ് മോഷൻ, നമ്മൾ ജസ്റ്റ് തൂക്കുന്ന പോലെ അല്ലെങ്കിൽ ഫോൺ സ്വൈപ്പ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ മോണയിലുള്ള അഴുക്കുകളും പല്ലിലുള്ള അഴുക്കുകളും ഒരുപാട് ക്ലീൻ ആകും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ബ്രഷിങ് ടെക്നിക്ക് ഉപയോഗിച്ചാലാണ് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ പല്ല് തേച്ചു എന്ന് പറഞ്ഞാൽ പല്ല് അഴുക്കൊന്നും പോയില്ല. കറക്റ്റായിട്ടുള്ള ബ്രഷിങ് ടെക്നിക്ക് ഉപയോഗിക്കണം. ഇപ്പം മാർക്കറ്റിൽ വന്നിട്ട് ഇപ്പോൾ ഇലക്ട്രിക് ടൂത്ത് ബ്രഷൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ശരിക്കും നമ്മുടെ ആ ഒരു ആയാസം അവർ കുറയ്ക്കുന്നുണ്ട്. കാരണം ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആകുമ്പോൾ ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. അപ്പോൾ കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ആ ഏരിയ ക്ലീനാക്കി പോകും. അപ്പോൾ നമുക്കും ഈ കൺട്രോൾ ഉണ്ടാവും. നമ്മൾ അമർത്തി തേക്കുന്നതിലൊരു കൺട്രോൾ ഉണ്ടാവും. കാരണം ആ ബ്രഷിനൊരു പർട്ടിക്കുലർ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും, അതേ ഉണ്ടാവുള്ളൂ. മറ്റേ നമ്മൾ സാറിൻ്റെ ബലം ആയിരിക്കത്തില്ല എൻ്റെ ബലം ആയിരിക്കത്തില്ല ഒരു കൊച്ചുകുട്ടിയുടെ ബലം. അപ്പോൾ തേക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഈ സമയം ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ കൂടുതൽ. അപ്പോൾ പല ആളുകൾ പറയാറുണ്ട് അവർ 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ തേക്കുന്നുണ്ട്. അത് ഓവറായാലും പ്രശ്നമാണ്. അതെ. എന്നാൽ ശരിക്കും പറഞ്ഞാൽ 2 വരെ 3 മിനിറ്റുള്ളിൽ നമുക്ക് പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ചില ആൾക്കാർ ഈ സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. ബട്ട് പ്രിഫറബിളി 2 to 3 minutes ഈസ് ബെറ്റർ. അപ്പോൾ ഈ ഉമിക്കിരി തേക്കുന്നതും ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്, ഇപ്പം നമ്മൾ പണ്ട് ഉമിക്കിരി ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷ് ഇല്ലാതെ കൈകൊണ്ട് തേച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വെളുക്കുമെന്ന് വിചാരിച്ചായിരിക്കും. അല്ല, അത് ശരിക്കും ബ്രഷ് യൂസ് ചെയ്യണ്ടേ? ശരിക്കും നമ്മൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും ബ്രഷ് യൂസ് ചെയ്യണ്ടേ? അതെ, ബ്രഷ് യൂസ്. ഈ ഉമ്മക്കിരി എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ച്വലി ചാർക്കഹോളാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് വലുതാണ്. നമ്മൾ പേസ്റ്റിൻ്റെ അകത്ത് വരുന്ന പാർട്ടിക്കിൾ സൈസ് വളരെ കുറവാണ്, ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ഉമ്മക്കിരി പക്ഷേ വലുതാണ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ കൈയും കൂടെ വെച്ച് അമർത്തുമ്പോഴത്തേക്ക് ഇത് ആലോചിച്ച് നോക്കും, ഒരു 2 പാർട്ടിക്കിൾസ് ആണ്. പല്ലെന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ, ഉമ്മുക്കിരി വേറെ മെറ്റീരിയൽ. ഒരു സാധനം നമ്മൾ അതിൽ കൊണ്ടിങ്ങനെ ഉരച്ച് പോകുമ്പോഴത്തേക്ക് ആ പല്ലിൻ്റെ ഭാഗം തേയും. ശരിക്കും ഉമ്മുക്കിരി ഉപയോഗിക്കാൻ പാടില്ല. പണ്ട് ആൾക്കാർ, ഞാനും പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ പല്ല് ഉമ്മുക്കിരി തേച്ച് കഴിഞ്ഞാൽ പല്ല് അമർന്ന് അകത്തോട്ട് കുറച്ച് പോകും, ഉന്തലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലത് കാര്യമില്ല, പല്ല് പോകുന്നേ ഉള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത്, ഇപ്പം നമ്മൾ സാധാരണ ഒരു ബ്രഷ് എടുക്കുന്നു, പേസ്റ്റ് തേക്കുന്നു, ഒരിടത്തോട്ട് വെക്കുന്നു, കുറേ നേരം അവിടെ തേക്കുന്നു, പിന്നെ ഇങ്ങോട്ട് മാറ്റുന്നു.
ശരിക്കും അങ്ങനല്ല ഒരു പ്രോപ്പറായി ബ്രഷ് ചെയ്യേണ്ടത്. അപ്പം നമ്മളൊരു ബ്രഷിന് അത് പേസ്റ്റ് തേച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സംഭവിക്കുന്നത് പേസ്റ്റ് തേച്ച് നമ്മൾ ഇവിടെ വെക്കുമ്പോഴത്തേക്ക് ആ പേസ്റ്റ് ഫുൾ ആ ഒരു ഏരിയയിലാണ് ഒട്ടിപ്പിടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. പക്ഷേ നമ്മൾ പിന്നെ പേസ്റ്റ് ബ്രഷ് ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഇവിടെ കിട്ടത്തില്ല പേസ്റ്റ്. അപ്പോൾ ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ബ്രഷിനെ ഒന്ന് ടാപ്പ് ചെയ്യുക. പേസ്റ്റ് തേച്ചിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ ആ ബ്രഷിൻ്റെ അകത്തൂടെ ബ്രിസിൽസിനകത്തൂടെ ആ പേസ്റ്റ് താഴോട്ട് ഇറങ്ങും. അപ്പോൾ നമുക്ക് എല്ലായിടവും ഈവനായിട്ട് ആ പേസ്റ്റ് കിട്ടും. എന്നാലാണ് പ്രോപ്പറായിട്ട് കാര്യമുള്ളൂ. ആദ്യം വെക്കുന്നിടത്തോടെ ഒട്ടിപ്പിടിച്ച് മറ്റിടത്ത് കൈയിൻ്റെ കസർത്താണെന്നുണ്ടെങ്കിൽ എന്താ കാര്യമുള്ളത്? അപ്പോൾ എങ്ങനെയാ പറഞ്ഞത്, എങ്ങനെയാ ചെയ്യേണ്ടത്? അതായത് നമ്മൾ ബ്രഷ് എടുക്കുക, ഓക്കെ, പേസ്റ്റ് തേച്ച് ഒന്ന് നനയ്ക്കുക ജസ്റ്റ്, എന്നിട്ട് ജസ്റ്റ് ഈ കൈയിൻ്റെ ഭാഗത്ത് ടാപ്പ് ചെയ്യുക. ഓക്കെ, ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആ നനവുള്ളതുകൊണ്ട് ആ പേസ്റ്റ് ആ ബ്രിസിൽസിനകത്തോട് ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാ ഏരിയയിലും കിട്ടും. അടിയിലുള്ള പേസ്റ്റും മേളിലുള്ള പേസ്റ്റും എല്ലാം എല്ലാ ഏരിയയിലും കിട്ടും. കാരണം നമ്മൾ ഒരുപാട് ഏരിയ ഉണ്ട്, ഈ സൈഡ് എല്ലാ സൈഡും തേക്കണ്ടായി. അപ്പോൾ അതിനുള്ള പേസ്റ്റ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. പിന്നെ അടുത്ത സംശയമുള്ളത്, ഈ ബ്രഷിൽ തന്നെ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ഹാർഡ്, മീഡിയം, സോഫ്റ്റ്, സോഫ്റ്റ് ആണ് നല്ലതെന്ന ഒരു ധാരണ എൻ്റെയൊക്കെ ഉള്ളിൽ എവിടെ നിന്നൊക്കെയോ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് ഇതിന്റെ ഡിഫറൻസ്? ഇതിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിളല്ലേ, നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന ആ ഫൈബേഴ്സിൻ്റെ കട്ടിയാണ്. അപ്പോൾ ഹാർഡ് ബ്രഷിൽ നല്ല കട്ടിയുള്ള ബ്രിസിൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. മീഡിയം വരുമ്പോൾ അത്ര ഇതായിരിക്കും. സോഫ്റ്റ് അത്രയും നല്ല ഫെദറി ആയിരിക്കും. പൊതുവെ സോഫ്റ്റ് ബ്രഷസ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ പൊതുവെയുള്ള കൾച്ചറിൽ ആൾക്കാർ ഒരുപാട് ബലം കൊടുത്ത തേക്കും. ഇപ്പോൾ ഈ ഹാർഡ് ബ്രഷ് തേക്കുമ്പോൾ ഞാൻ ഹാർഡ് പാർട്ടിക്കിൾ എലോങ് വിത്ത് അബ്രേസീവ് ഇൻ എ പേസ്റ്റിൻ്റെ അകത്തുള്ള അബ്രേസീവ് ഹാർഡ് ബ്രിസിൽസും കൂടെ ചേരുമ്പോൾ ഇനാമൽ ഡാമേജ്. അതുകൊണ്ട് സോഫ്റ്റ് ബ്രഷ് വിത്ത് പേസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഡാമേജ് കുറയും. അതുകൊണ്ടാണ് പൊതുവെ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഹാർഡും മീഡിയം ഒക്കെ മാർക്കറ്റിൽ ഇറങ്ങുന്നത്? ഞാൻ ചോദിച്ചാൽ അഡ്വാൻറ്റേജ് എന്താണ്? അപ്പോൾ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ആയിട്ടൊന്നുമില്ല. നമ്മൾ ഓരോ ആൾക്കാരും ഈ പല്ല് വെളുക്കണം, അതിന് കട്ടിയുള്ള ബ്രഷ്, നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും മറ്റേ പാത്രം കഴുകാൻ പലതരത്തിലുള്ള കിട്ടും. സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും, ഹാർഡ് കിട്ടും, മറ്റേ കമ്പി കൊണ്ടുള്ളത് കിട്ടും. അതേ കൺസെപ്റ്റ് തന്നെ ഉള്ളൂ. അമർത്തി തേച്ചത് വെളുക്കുമെന്ന് അങ്ങ് ചിന്തിച്ച് അതുകൊണ്ട് അങ്ങനെ ഇറക്കിയതാ. അത്രേ ഉള്ളൂ. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ബ്രഷ് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഈ ക്യാപ്പുള്ള ബ്രഷസ് ഉണ്ട്, അതായത് അടച്ചു വെക്കുന്നുണ്ട്, തുറന്നു വെക്കുന്നുണ്ട്. ശരിക്ക് അതെങ്ങനെയാണ്? നമ്മൾ നനവോടുകൂടി അടച്ചു വെക്കുന്നതാണോ അതോ തുറന്ന് വെക്കുന്നതാണോ? ഏതാണ് നല്ലത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രഷ് വെക്കുന്ന ഏരിയ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ പല വീടുകളിലും കാണുന്നത് മറ്റേ ക്ലോസറ്റിന്റെ അടുത്തായിരിക്കും. നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാർട്ടിക്കിൾസ് റൈസ് ആവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ കവർ ഒരു തരത്തിൽ വരെ പ്രിവെൻറ്റ് ചെയ്യും. അതിൻ്റെ അകത്തോട്ട് ഈ നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോൾ ഉള്ള മെറ്റീരിയൽസ് പാസ്സാവാതിരിക്കും. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് മനസ്സിലാക്കി, പല വീടുകളിലും ഞാനിപ്പോൾ പോകുന്ന സമയത്ത് ഈ ബ്രഷിൻ്റെ ക്യാപ്പ് നിങ്ങൾ പരിശോധിക്കണം. അതിൻ്റെ അകത്ത് ഫുള്ള് മഞ്ഞിച്ച് അഴുക്കുമായിരിക്കുന്നത്. വലിയ കാര്യമില്ല. നിങ്ങൾ അതും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. തുറന്നു വെക്കുന്നുണ്ടോ അടച്ചു വെക്കുന്നതിൽ വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അപ്പം നമ്മളത് കറക്റ്റായിട്ടൊരു ഏരിയയിൽ വെക്കുക, ക്ലീൻ ചെയ്യുക. പ്രത്യേകിച്ച് ബാത്റൂമിൽ വെക്കാതിരിക്കുക. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് വെളിയിലുള്ളത് വെക്കുക. കാരണം നമ്മൾ ബാത്റൂമിനകത്ത് ഒരുപാട് ബാക്ടീരിയ കണ്ടാമിനേഷൻ ഉണ്ട്. നമ്മളുടെ ക്ലോസറ്റിൽ ഫ്ലഷ് അടിക്കുമ്പോൾ ഒക്കെ ഒരുപാട് പാർട്ടിക്കിൾസ്, നാനോ പാർട്ടിക്കിൾസ്, എയറിൽ ബോൺ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. വെറുതെ അസുഖങ്ങൾ വരുത്തി വെക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് എത്ര ആഴ്ചകൾ അല്ലെങ്കിൽ ഒരു ബ്രഷ് എത്ര മാസം ഉപയോഗിക്കാൻ പറ്റും? ശരിക്കും ഇതിനകത്ത് ആക്ച്വലി ബ്രഷ് ഉപയോഗിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ബ്രഷ് ആക്ച്വലി അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ബ്രഷ് എന്നിങ്ങനെ സൈഡുകളൊക്കെ ഇങ്ങനെ വളയുന്നു അല്ലെങ്കിൽ അതിൻ്റെ ബ്രിസിൽസ് മാറുന്നു, ആ സമയത്ത് പൊതുവെ മാറ്റണം. പൊതുവെ 3 മാസം നമ്മൾ സേഫ് ആയിട്ട് 3 മാസം വെച്ചുള്ളൂ. മര്യാദയ്ക്ക് ബ്രഷ് ചെയ്യുന്ന ഒരാൾക്ക് 3 മാസം കഴിയുമ്പോൾ ബ്രിസിൽസ് വളയും. 3 മാസം കൂടിയിരിക്കും മാറ്റുക. അതായിരിക്കും സേഫ് ആയിട്ടുള്ളത്. അതിന്റെ കൂടുതൽ യൂസ് ചെയ്യരുത്, അതാണ് അതിന്റെ ഒരു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്ന് വരെ ഇന്റഗ്രിറ്റി ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട്. അതെ. ഇപ്പം നമ്മളിപ്പം എല്ലാം 3 മാസം മാറ്റണം, പക്ഷേ ബ്രഷിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരുടെ അതൊരു റോങ് ഇൻഫർമേഷൻ കൊടുക്കുന്നവരാണ്. ഞാൻ പറഞ്ഞില്ല, ആ ബ്രഷിന്റെ സ്ട്രക്ചർ എപ്പം മാറുന്നു ഒബ്വിയസ്ലി മാറ്റിയേ പറ്റൂ.